നെക്സ്റ്റ് ടോപ്പിക് നോൺ കറൻറ്റ് അസറ്റ്സ്. സോ നോൺ കറൻറ്റ് അസറ്റ്സ് എന്നുള്ളൊരു ഐറ്റം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനിൽ കണ്ടിട്ടുള്ള ഫസ്റ്റത്തെ ഐറ്റമാണ്. അസറ്റ്സിൻ്റെ അണ്ടറിൽ വരുന്ന ഫസ്റ്റത്തെ ഐറ്റമാണ് നോൺ കറൻറ്റ് അസറ്റ്സ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുകയാണ്. സോ ദ അസറ്റ്സ് ഹോൾഡ് ഫോർ എ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം, അതിനെയാണ് നമ്മൾ നോൺ കറൻറ്റ് അസറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നോൺ കറൻറ്റ് അസറ്റ്സ് ആർ ദോസ് അസറ്റ്സ് വിച്ച് ആർ ഹെൽഡ് ഫോർ മോർ ദാൻ 1 year. They are also known as long term or fixed assets. സോ ഇതിൽ നോൺ കറൻറ്റ് അസറ്റ്സിൽ പെടുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്നുള്ളത് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. Property, plant and equipment means these are classified as land, building, plant and equipment, furniture and fixtures, vehicles, then office equipment and others. So ഒരു കമ്പനിയുടെ ഫിക്സഡ് അസറ്റ്സിനെയാണ് ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്, പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. ദ നെക്സ്റ്റ് വൺ, ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ്. ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതെങ്കിലും ഒരു ഫിക്സഡ് അസറ്റ്സ് അണ്ടർ മെയിൻ്റനൻസ് ആണ് അല്ലെങ്കിൽ അണ്ടർ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് എന്നുണ്ടെങ്കിൽ, അതായത് എനി ഇൻടാഞ്ചിബിൾ അസറ്റ്സ് വിച്ച് ആർ നോട്ട് യെറ്റ് റെഡി ഫോർ ഇൻറ്റൻറ്റഡ് യൂസ്, അത് വർക്ക് ഇൻ പ്രോഗ്രസ്സിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഐറ്റത്തിനെയാണ് ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. നെക്സ്റ്റ് വൺ, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി. ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി മീൻസ് എനി ലാൻഡ് ഓർ ബിൽഡിംഗ് ഓർ ബോത്ത്, ഇതിലേതെങ്കിലും ഒന്ന്, ഹെൽഡ് ടു ഏൺ റെൻറ്റൽസ് ഓർ ഫോർ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഓർ ബോത്ത്. അത് നോട്ട് ഓണർ ആയിരിക്കണം എന്നില്ല, ഓണർ ആവണം എന്നില്ല, പക്ഷേ ഒക്യുപ്പൈ ചെയ്തിട്ടുള്ളതായിരിക്കും. ആ ഒക്യുപ്പൈ ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് റെൻറ്റ് കിട്ടുന്നുണ്ട്, ഇൻകം ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതുപോലെ നോട്ട് യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ ഓർ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓർ നോട്ട് ഫോർ അഡ്മിനിസ്ട്രേഷൻ. നമ്മളുടെ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലാൻഡ് ആവണമെന്ന് നിർബന്ധമില്ല, ലാൻഡ് ആവണ്ട, അതല്ലാത്ത ലാൻഡ് അല്ലെങ്കിൽ ബിൽഡിങ്ങിൽ നിന്നുമുള്ള ഏണിങ്സ് ആയിരിക്കണം. ദെൻ നോട്ട് ഹെൽഡ് ഫോർ സെയിൽ ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്. നമ്മളുടെ സ്റ്റോക്ക് ഐറ്റത്തിൽ കാറ്റഗറിയിൽ പെടുന്ന ഐറ്റം ആവരുത്. സോ ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, ഏതെങ്കിലും ലാൻഡിലോ ബിൽഡിങ്ങിലോ ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ നമ്മൾ ഈ തേർഡ് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നത്. Then next one, goodwill. Goodwill is required to be presented as a separate line item on the face of balance sheet as a part from other intangible assets. നമ്മൾ ഗുഡ്വില്ലിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കമ്പനിയുടെ ഇൻടാഞ്ചിബിൾ അസറ്റാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അസറ്റാണ്. അറ്റ് ദ ടൈം ഓഫ് അമാൽഗമേഷൻ, അബ്സോർപ്ഷൻ ഓർ ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഗുഡ്വില്ലിൻ്റെ മീതെയാണ്. അതുപോലെ അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുന്നത് ബ്രാൻഡ് എക്വിറ്റി, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, ട്രേഡ് മാർക്ക്, പാറ്റൻറ്റ്, ഫ്രാഞ്ചൈസീസ് ആൻഡ് കമ്പനി റെപ്യൂട്ടേഷൻ, കോപ്പിറൈറ്റ്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, ഇതൊക്കെ അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സിൽ പെടുന്നതാണ്. ദെൻ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് അണ്ടർ ഡെവലപ്മെൻറ്റ്, നേരത്തെ പറഞ്ഞ ടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ കേസിൽ പോലെ തന്നെ ഈ ഇൻടാഞ്ചിബിൾ അസറ്റ്സും അണ്ടർ ഡെവലപ്മെൻറ്റ് ആണ്, മെയിൻ്റനൻസ് ആണ്, അല്ലെങ്കിൽ വർക്ക് ഇൻ പ്രോഗ്രസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഐറ്റത്തിനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിക്കണം. ദെൻ ബയോളജിക്കൽ അസറ്റ്സിൻ്റെ കേസിൽ അക്കോർഡിംഗ് ടു ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 41 പറയുന്നുണ്ട്, ബയോളജിക്കൽ അസറ്റ്സ് എന്ന് പറയുന്നത് ഒരു ലിവിങ് ആനിമൽ അല്ലെങ്കിൽ പ്ലാന്റ് ആവാം. അതായത് നമ്മളുടെ ബിസിനസ്സിലെ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന, ഫോർ എക്സാമ്പിൾ ഷീപ്പ് അല്ലെങ്കിൽ ട്രീസ് ഇൻ ടിമ്പർ പ്ലാന്റേഷൻ, അതുപോലെ ടീ ബുഷസ്, അതൊക്കെ ബയോളജിക്കൽ അസറ്റ്സ് എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ്. അടുത്തത് പ്രധാനപ്പെട്ട ഒരു അസറ്റാണ് ഫിനാൻഷ്യൽ അസറ്റ്സ്. Financial asset is a liquid asset that gets its value from a contractual right or ownership claim. Cash, stock, bond, mutual fund and bank deposits are the examples of financial assets. ഫിനാൻഷ്യൽ അസറ്റ്സിനെ നമ്മൾ നോൺ കറൻറ്റ് അസറ്റ്സ് എന്നും, ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്നും, നോൺ കറൻറ്റ് റിസീവബിൾസ് എന്നും, അതുപോലെ തന്നെ നോൺ കറൻറ്റ് ലോൺസ്, അതർ നോൺ കറൻറ്റ് ഫിനാൻഷ്യൽ അസറ്റ്സ്, അങ്ങനെ 4 കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ, നോൺ കറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീസ് ആർ ദ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വിച്ച് ആർ ഹെൽഡ് ഫോർ മോർ ദാൻ 1 year. ഒരു വർഷത്തിൽ കൂടുതലായിട്ട് നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് FD ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, മോർ ദാൻ 1 year ആണെന്നുണ്ടെങ്കിൽ അത് നോൺ കറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആണ്. അതുപോലെ നോൺ കറൻറ്റ് ട്രേഡ് റിസീവബിൾസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഔട്ട്സ്റ്റാൻഡിങ് റിസീവബിൾസ് കിട്ടാനുള്ളതാണ്. അതായത് ക്രെഡിറ്റ് സെയിൽ നടത്തുന്ന സമയത്ത് ഡെറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്യാൻ ഉള്ള സംഭവത്തിനെയാണ് ട്രേഡ് റിസീവബിൾസ് എന്ന് പറയുന്നത്. എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ് ടു ബി റിസീവ്ഡ് ഫ്രം ദ കസ്റ്റമേഴ്സ് ഓൺ ദ ബാലൻസ് ഷീറ്റ് ടുവേഴ്സ് ഗുഡ്സ് സോൾഡ് ഓർ സർവീസസ് റെൻറ്റഡ് ഈസ് ക്ലാസിഫൈഡ് ആസ് ട്രേഡ് റിസീവബിൾസ്. ഈ ട്രേഡ് റിസീവബിൾസ് മോർ ദാൻ 1 year, 1 yearൽ കൂടുതലായിട്ട് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് കിടക്കുന്നതാണെങ്കിൽ അതിനെ നോൺ കറൻറ്റ് ട്രേഡ് റിസീവബിൾസ് എന്ന് പറയുന്നു. അത് 1 yearൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ കറൻറ്റ് ട്രേഡ് റിസീവബിൾസ് എന്ന് പറഞ്ഞ് കറൻറ്റ് അസറ്റ് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുക.
ദെൻ നോൺ കറൻറ്റ് ലോൺ എന്ന് പറയുന്നത് മോർ ദാൻ 1 ഇയർ, അതായത് 12 മന്ത്സിൽ കൂടുതലായിട്ടുള്ള ലോൺ ആണെന്നുണ്ടെങ്കിൽ അതിന് നോൺ കറൻറ്റ് ലോൺ എന്ന് പറയുന്നു. അതായത് നമ്മളുടെ കമ്പനി ലോൺ കൊടുക്കുന്നത്. അതർ നോൺ കറൻറ്റ് ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അസറ്റ് അതർ ദാൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ട്രേഡ് റിസീവബിൾസ് ആൻഡ് ലോൺ. നമ്മളിപ്പോൾ മുകളിൽ പറഞ്ഞിട്ടുള്ള ഈ 3 കാറ്റഗറി അല്ലാത്ത വേറെ ഏതെങ്കിലും ഫിനാൻഷ്യൽ അസറ്റ്സുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം അതർ നോൺ കറൻറ്റ് ഫിനാൻഷ്യൽ അസറ്റ്സ് എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ. The next item, deferred tax assets. Deferred tax asset is an item on the balance sheet that results from overpayment or advance payment of tax. It is the opposite of deferred tax liability, which represents income tax owed. നമ്മൾ ഓവർ ടാക്സ്, അഡ്വാൻസ് ടാക്സ് കൊടുത്തിട്ടുണ്ട്, അത് കുറച്ച് അധികം പീരീഡിലേക്ക് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, റിക്കവർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതിനെ ഡെഫേർഡ് ടാക്സ് അസറ്റ്സ് എന്ന് പറയുന്നു. അതേസമയം അത് ലൈബിലിറ്റിയാണ്, നമ്മൾ ടാക്സ് കൊടുത്തിട്ടുള്ളത് തികഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഡെഫേർഡ് ടാക്സ് ലൈബിലിറ്റിയാണ്. Then other non-current assets. This is the residual category of non-current assets. Any assets which is non-current and non-financial in nature and has not been classified in the above subheading. നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള 9 കാറ്റഗറിയിൽ ഒന്നും ഉൾപ്പെടാത്ത ഏതെങ്കിലും കറൻറ്റ് അസറ്റ്സ്, നോൺ കറൻറ്റ് അസറ്റ്സ് ഉണ്ടെങ്കിൽ, അതായത് മോർ പീരീഡിലേക്ക്, മോർ ദാൻ 12 മന്ത്സിലേക്ക് ഉൾപ്പെട്ടിട്ടുള്ള അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും അസറ്റ്സുകൾ ഉണ്ടെങ്കിൽ അതിനെയാണ് അതർ നോൺ കറൻറ്റ് അസറ്റ്സ് എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ.